നമസ്കാരം. ഇറാനിൽ രണ്ടിടങ്ങളിലായിട്ടുണ്ടായ വ്യത്യസ്ത സ്ഫോടനങ്ങളിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ തെക്കൻ തുറമുഖമായ ബന്ദർ അബ്ബാസ് തുറമുഖത്തിനടുത്ത് ഇന്നുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനങ്ങളുടെ കാരണം ഇതുവരെ വ്യക്തമല്ല. ലോകത്തെ എണ്ണക്കടത്തിന്റെ 5-1 കൈകാര്യം ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നാവിക ആസ്ഥാനം ഇവിടെയാണെന്നും റിപ്പോർട്ടുണ്ട്. ബന്ദർ അബ്ബാസിൽ നിന്ന് 600 മൈലിലധികം ദൂരെ അഹ്വാസ് നഗരത്തിലെ 8 നില കെട്ടിടത്തിലുണ്ടായ രണ്ടാമത്തെ സ്ഫോടനത്തിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലകളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും നിരവധി കാറുകൾക്കും ഒരു കടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചതായും പുറത്തുവന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. സ്ഫോടനത്തിന് ശേഷം അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതും പുകയുന്നതും കാണാം. സ്ഫോടനങ്ങളെക്കുറിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സ്ഫോടനം നടന്ന കെട്ടിടത്തിന്റെ മുൻഭാഗം പൊട്ടിത്തെറിച്ചതായും ഉൾഭാഗങ്ങളിലുള്ള വസ്തുക്കൾ ഉൾപ്പെടെ പൊട്ടിത്തെറിയിൽ പുറത്തു വന്നതായും സ്റ്റേറ്റ് ടെലിവിഷൻ സംരക്ഷണം ചെയ്ത ചിത്രങ്ങളിലുണ്ട്. കെട്ടിട ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. അഹ്വാസ് സ്ഫോടനത്തിൽ ഒരു റവല്യൂഷണറി ഗാർഡ്സ് നാവിക കമാൻഡറെ ലക്ഷ്യമിട്ടെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം വ്യക്തമാക്കുന്നു. ഈ സ്ഫോടനങ്ങളിൽ ഇസ്രായേലിന് പങ്കില്ല എന്ന് ശനിയാഴ്ച 2 ഇസ്രായേൽ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. എന്നാൽ US സൈനിക നടപടിയുമായി സ്ഫോടനങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും കൂടുതൽ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും 2 സ്ഫോടനങ്ങളുടെയും കാരണം നിലവിൽ അജ്ഞാതമാണെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നു. US-ഉം ഇറാനും തമ്മിൽ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സാമ്പത്തിക തകർച്ചയെ തുടർന്ന് ഡിസംബറിൽ ആരംഭിച്ച പ്രതിഷേധങ്ങളിൽ ഇതുവരെ 500 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഏകദേശം 5000 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇന്റർനെറ്റ് നിരോധനവും നിലവിൽ നിലനിൽക്കുകയാണ്. മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലെ ഈ നീക്കങ്ങളെല്ലാം തന്നെ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ച് ചർച്ചകൾക്ക് തയ്യാറല്ലെങ്കിൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഇസ്രായേൽ US-ന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും മുമ്പ് വന്നിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേവി കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നതെന്ന തരത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നത്. എന്നാൽ ഈ വാർത്തകളെ ഇറാൻ ഔദ്യോഗികമായി തള്ളിക്കളയുമ്പോഴും സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാക്കാൻ അവർക്ക് കഴിയാത്തത് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനെ ലക്ഷ്യം വെച്ച് ഒരു വൻ നാവിക വ്യൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തെക്കാൾ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുമ്പ് വെല്ലുവിളിച്ചിരുന്നു. ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% താരിഫ് ചുമത്തുമെന്ന ഭീഷണിയും ഇതിനിടയിൽ ട്രംപ് ഉയർത്തുന്നുണ്ട്. ഇറാന്റെ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഓപ്ഷനുകൾ താൻ പരിഗണിക്കുന്നുണ്ടെന്നാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്കൻ വ്യോമസേനയുടെ F-15 ഈ സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഡിസംബറിൽ തുടങ്ങിയ ആഭ്യന്തര പ്രക്ഷോഭത്തിലാണ് ഇതുവരെ 5000 പേർ കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം മരണം 20,000 കടന്നിട്ടുണ്ട്. സ്ഥിതിഗതികൾ വഷളായതോടെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഭ്യമായ യാത്രാമാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം ഇറാൻ വിടാനാണ് നിർദ്ദേശം.